ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വട കൂട്ടുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട കൂട്ടുകറിക്ക് നമുക്ക് ആദ്യം വട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അരക്കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് അരക്കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു 1/4 കപ്പ് ആയിരുന്നാലും മതിയാകും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്പൂൺ കണക്ക്, അതായത് ടീസ്പൂണിൽ വെള്ളം അളന്ന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂണോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ആ വെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നോക്കാം. അത് അരയ്ക്കാൻ നന്നായിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ 1 ടീസ്പൂണും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെയായിട്ട് വെള്ളം ഇതിനകത്ത് ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഒരു 3-3.5 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കും. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പതപ്പിച്ച് നല്ലപോലെ ഇത് കലക്കി എടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുത്ത് ബോൾ പോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. ഈ മാവ് തിരിച്ച് മുകളിലേക്ക് പൊന്തി വന്നാൽ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പാൻ ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇത് വട ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ള മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഉഴുന്ന് മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരും. നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഇട്ടപ്പോൾ ചെറിയ ബോൾസ് ആയിരുന്നു. ഇത് മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഒന്ന് ഡബിൾ സൈസ് ആകും. പിന്നെ ഇത് ഒരുപാട് ക്രിസ്പി ആകണ്ട, ഇത് കുറച്ച് ഒന്ന് മൊരിഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ട് നല്ല സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചതുരത്തിൽ മുറിച്ചതാണ്. ചെറുതായിട്ട് ഈ ഒരു കനത്തിൽ മുറിക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്. പിന്നെ അതേപോലെ തന്നെ 2 മീഡിയം സൈസ് സവോളയും ഇതുപോലെ തന്നെ ചെറുതായിട്ട് സ്ക്വയർ രൂപത്തിൽ നുറുക്കിയതാണ്. ഇത് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടുന്നത്. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. ഇനി 1ാം പാലാണിത്. ഇതൊരു 1/4 കപ്പ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഉഴുന്നുവടയാണിത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും സവാള ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ എണ്ണയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളും കൂടെ ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് വരെയും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന 2ാം പാല് ചേർക്കാം. ഈ 2ാം പാലിൽ കിടന്നിട്ടാണ് ഈ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 5-6 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വട ചേർത്ത് കൊടുക്കാം. ഈ
വറുത്ത് വെച്ചേക്കുന്ന വട ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വട ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ ചാറെല്ലാം വടയിലേക്ക് പിടിക്കുമ്പോൾ എന്തായിരുന്നാലും ഗ്രേവി കുറച്ച് കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് കുറുക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഗരം മസാല വേണമെങ്കിൽ ആദ്യം പൊടി ഇടുന്നതിനോടൊപ്പം ചേർക്കണമെങ്കിൽ ആകാം. പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ചിലപ്പോൾ ഒന്ന് മാറും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഇതിനകത്ത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് കുറുകി വരുന്നോട്ടം വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവ് ഇതിൽ ഇപ്പം തന്നെ എരിവ് ഉണ്ട്, അതുകൊണ്ട് പച്ചമുളക് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ എരിവ് ഇതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു ചൂടിൽ ഇത് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൂടിലിരുന്ന് വേകുകയും ചെയ്യും, കുറച്ച് മാത്രമേ എരിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വട കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത തവണ കാണുമ്പോഴേക്കും ടാറ്റാ.